ഓം ശാന്തി 23-2-2025 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 17-2-2004. മുരളിയുടെ ടൈറ്റിലാണ് സർവർക്കും സഹയോഗം നൽകൂ, സഹയോഗിയാക്കൂ, സദാ ഭണ്ഡാരം അഖണ്ഡമായിരിക്കണം. ഇന്ന് ബാബ്ദാദ സ്വയം തനിക്കൊപ്പം കുട്ടികളുടെ വജ്രതുല്യ ജന്മദിനമായ ശിവജയന്തി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. താങ്കൾ എല്ലാ കുട്ടികളും തന്റെ പാരലൗകിക ലൗകിക ബാബയുടെ പിറന്നാൾ ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ താങ്കളുടെയും ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. ബാബ കുട്ടികളുടെ ഭാഗ്യം കണ്ട് ഹർഷിതനാകുന്നു. ആഹാ, എന്റെ ശ്രേഷ്ഠ ഭാഗ്യശാലി കുട്ടികളെ, ആഹാ! ബാബയോടൊപ്പം വിശ്വത്തിന്റെ അന്ധകാരം അകറ്റുവാൻ അവതരിച്ചിരിക്കുന്ന കുട്ടികൾ. താങ്കൾ കുട്ടികൾ പരമാത്മ പിതാവിന് ഒപ്പം ആഘോഷിക്കുന്ന ഇങ്ങനെയുള്ള ജന്മദിനം മുഴുവൻ കൽപ്പത്തിലും ആർക്കും ഉണ്ടാവുക സാധ്യമല്ല. ഈ അലൗകിക അതിനിർമോഹി അതിപ്രിയ ജന്മദിനം ഭക്താത്മാക്കൾ പോലും ആഘോഷിക്കുന്നു. എന്നാൽ താങ്കൾ കുട്ടികൾ മിലനം ആഘോഷിക്കുന്നു. ഭക്തന്മാർ വെറും മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു. മഹിമയും പാടുന്നു, വിളിക്കുകയും ചെയ്യുന്നു. ബാബ്ദാദ ഭക്തരുടെ മഹിമയും വിളിയും കേട്ട് അവർക്കും യഥാക്രമം ഭാവനയുടെ ഫലം നൽകുന്നുമുണ്ട്. എന്നാൽ ഭക്തരും കുട്ടികളും രണ്ടിനും മഹാവ്യത്യാസമുണ്ട്. താങ്കളാൽ ചെയ്യപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠ കർമ്മം, ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ ഓർമ്മചിഹ്നം വളരെ നന്നായി ആചരിക്കുന്നു. അതിനാൽ ബാബ്ദാദ ഭക്തരുടെ ഭക്തിയുടെ ലീലകൾ കണ്ട് അവർക്കും ആശംസകൾ നൽകുന്നു. എന്തെന്നാൽ ഓർമ്മചിഹ്നം എല്ലാവരും വളരെ നല്ല രീതിയിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. അവരും ഇതേ ദിവസം വ്രതമെടുക്കുന്നു. അവർ വ്രതമെടുക്കുന്നത് കുറച്ചു സമയത്തേക്ക് അല്പകാലത്തെ ഭക്ഷണ പാനീയത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയാണ്. താങ്കൾ സമ്പൂർണ്ണ പവിത്രത, അതിൽ ആഹാരം, വ്യവഹാരം, വചനം, കർമ്മം മുഴുവൻ ജന്മത്തേക്കും വേണ്ടി വ്രതം എടുക്കുന്നു. ഏതുവരെ സംഗമത്തിൽ ജീവിക്കുന്നുവോ അതുവരേക്കും മനസ്സ്, വചനം, കർമ്മത്തിൽ പവിത്രമാകുക തന്നെ വേണം. വെറും ആകുക മാത്രമല്ല, ആക്കുകയും വേണം. അപ്പോൾ നോക്കൂ, ഭക്തരുടെ ബുദ്ധിയും കുറഞ്ഞതൊന്നുമല്ല. ഓർമ്മചിഹ്നത്തെ വളരെ നന്നായി കോപ്പി ചെയ്തിട്ടുണ്ട്. താങ്കൾ എല്ലാവരും എല്ലാ വ്യർത്ഥവും സമർപ്പണം ചെയ്ത് സമർത്ഥരായിരിക്കുന്നു. അതായത് തന്റെ അപവിത്ര ജീവിതത്തെ സമർപ്പിച്ചു. താങ്കളുടെ സമർപ്പണത്തിന്റെ ഓർമ്മചിഹ്നമായി അവർ ബലിയർപ്പിക്കുന്നു. എന്നാൽ സ്വയത്തെ ബലിയാക്കുന്നില്ല, ആടിനെ ബലി കൊടുക്കുന്നു. നോക്കൂ, എത്ര നന്നായി കോപ്പി ചെയ്തിരിക്കുന്നു. ആടിനെ എന്തുകൊണ്ട് ബലിയർപ്പിക്കുന്നു? ഇതിന്റെയും അനുകരണം വളരെ സുന്ദരമായി ചെയ്തിരിക്കുന്നു. ആട് എന്താണ് ചെയ്യാറുള്ളത്? മേ മേ മേ, അതായത് ബ്രാക്കറ്റിൽ ഞാൻ 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 എന്നല്ലേ? താങ്കൾ എന്താണ് സമർപ്പണം ചെയ്തത്? മേ മേ മേ, അതായത് ഞാൻ ഞാൻ ഞാൻ. ദേഹബോധത്തിന്റെ ഞാൻ എന്ന ഭാവം. എന്തെന്നാൽ ഈ ഞാൻ എന്ന ഭാവത്തിലാണ് ദേഹാഭിമാനം വരുന്നത്. എല്ലാ വികാരങ്ങളുടെയും ബീജമായ ദേഹാഭിമാനം. ബാബ്ദാദ ആദ്യമേ തന്നെ കേൾപ്പിച്ചു, സർവസമർപ്പിതമാകുന്നതിന് ഈ ദേഹബോധത്തിന്റെ ഞാനെന്ന ഭാവമാണ് വിഘ്നം ഇടുന്നത്. സാധാരണ ഞാനെന്ന ഭാവം ഞാൻ ദേഹമാണ്, അല്ലെങ്കിൽ ദേഹസംബന്ധത്തിന്റെ ഞാനെന്ന ഭാവം. ദേഹത്തിന്റെ പദാർത്ഥങ്ങളുടെ സമർപ്പണം ഇതാണെങ്കിൽ സഹജമാണ്. ഇത് ചെയ്തതാണല്ലോ, ചെയ്തില്ലേ? ഇതും ചെയ്തിട്ടില്ലേ? എത്രത്തോളം മുന്നേറുന്നുവോ അത്രയും ഞാനെന്ന ഭാവവും അത് സൂക്ഷ്മമായി മാറുന്നു.
ഈ വലിയ ഞാനെന്ന ഭാവം അവസാനിപ്പിക്കുക സഹജമാണ്. എന്നാൽ സൂക്ഷ്മ ഞാനെന്ന ഭാവം പരമാത്മാ ജന്മസിദ്ധ അധികാരത്തിലൂടെ പ്രാപ്തമായ വിശേഷതകൾ, ബുദ്ധിയുടെ വരദാനം, ജ്ഞാനസ്വരൂപം ആകുന്നതിനുള്ള വരദാനം, സേവനത്തിന്റെ വരദാനം അല്ലെങ്കിൽ വിശേഷതകൾ അല്ലെങ്കിൽ പ്രഭുദാനമെന്ന് പറയാം. അതിന്മേൽ അഥവാ ഞാനെന്ന ഭാവം വരുന്നുവെങ്കിൽ ഇതിനെ പറയുന്നു സൂക്ഷ്മ ഞാനെന്ന ഭാവം. ഞാൻ എന്ത് ചെയ്യുന്നുവോ, ഞാൻ എന്ത് പറയുന്നുവോ അതാണ് ശരി, അതാണ് നടക്കേണ്ടത്. ഈ റോയൽ ഞാനെന്ന ഭാവം പറക്കുന്ന കലയിൽ പോകുന്നതിന് ഭാരമായി മാറുന്നു. അപ്പോൾ ബാബ പറയുന്നു, ഈ ഞാനെന്ന ഭാവത്തിന്റെയും സമർപ്പണം. പ്രഭുദാനത്തിൽ ഞാനെന്ന ഭാവം ഉണ്ടാകുന്നില്ല. ഞാനുമില്ല, എന്റെയുമില്ല. പ്രഭുദാനം പ്രഭു വരദാനം, പ്രഭു വിശേഷതയാണ്. അപ്പോൾ താങ്കൾ എല്ലാവരുടെയും സമർപ്പണത എത്ര സൂക്ഷ്മമാണ്, പരിശോധിച്ചിട്ടുണ്ടോ? സാധാരണ ഞാനെന്ന ഭാവം, റോയൽ ഞാനെന്ന ഭാവം രണ്ടിനെയും സമർപ്പണം ചെയ്തുവോ? ചെയ്തിട്ടുണ്ടോ അതോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ചെയ്യുക തന്നെ വേണമല്ലോ. താങ്കൾ പരസ്പരം ചിരിച്ചു പറയാറുണ്ടല്ലോ, മരിച്ചേ പറ്റൂ. എന്നാൽ ഈ മരിക്കൽ ഭഗവാന്റെ മടിത്തട്ടിനെ ജയിക്കലാണ്. ഈ മരിക്കലല്ല. 21 ജന്മം ദേവാത്മാക്കളുടെ മടിത്തട്ടിൽ ജന്മന ഉണ്ടാകുന്നു. അതിനാൽ സസന്തോഷം സമർപ്പിതരാകുന്നില്ലേ? നിലവിളിച്ചുകൊണ്ടല്ലോ. അരുത്. ഭക്തിയിലും നിലവിളിച്ചുകൊണ്ടുള്ള ബലി സ്വീകരിക്കുന്നില്ല. അപ്പോൾ ആരാണോ സന്തോഷത്തോടെ സമർപ്പണമാകുന്നത്, പരിധിയുള്ള ജ്ഞാനം എന്റേതും, അവർ ജന്മജന്മം സമ്പത്തിന് അധികാരിയായി മാറുന്നു. അപ്പോൾ പരിശോധിക്കുക, ഏതെങ്കിലും വ്യർത്ഥ സങ്കല്പം, വ്യർത്ഥ സംസാരം, വ്യർത്ഥ പെരുമാറ്റത്തിന്റെ പരിവർത്തനം ചെയ്യുന്നതിൽ സന്തോഷത്തോടെ പരിവർത്തനം ചെയ്യുന്നുവോ, നിർബന്ധം കൊണ്ടാണോ? പ്രേമത്തോടെ പരിവർത്തനം സംഭവിക്കുന്നുവോ അതോ പ്രയത്നത്തോടെ പരിവർത്തനം സംഭവിക്കുന്നുവോ? താങ്കൾ എല്ലാ കുട്ടികളും ജന്മമെടുത്തപ്പോൾ തന്നെ തന്റെ ജീവിതത്തിന്റെ കർത്തവ്യം ഇതാക്കി മാറ്റി. വിശ്വപരിവർത്തനം ചെയ്യുന്ന വിശ്വപരിവർത്തകർ. ഇത് താങ്കൾ എല്ലാവരുടെയും ബ്രാഹ്മണ ജന്മത്തിന്റെ കർത്തവ്യമല്ലേ? പക്കയാണ് എങ്കിൽ കൈവീശു. കൊടി വീശുന്നു, വളരെ നല്ലത്. ബ്രാക്കറ്റിൽ എല്ലാവരുടെ കൈകളിലും ശിവബാബയുടെ കൊടികൾ എല്ലാവരും വീശിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കൊടികളുടെ ദിനമല്ലേ? വളരെ നല്ലത്. എന്നാൽ ഇങ്ങനെ തന്നെ കൊടി വീശിക്കൊണ്ടിരിക്കരുത്. ഇങ്ങനെ കൊടി വീശുവാൻ വളരെ എളുപ്പമാണ്. മനസ്സിനെ വീശുക. മനസ്സിന്റെ പരിവർത്തനം ചെയ്യണം. ധൈര്യമുള്ളവരല്ലേ? ധൈര്യമുണ്ടോ? വളരെ ധൈര്യമുണ്ട്. നല്ലത്. ബാബ് ദാദ ഒരു സന്തോഷ വാർത്ത കണ്ടു. ഏതാണ് അറിയാമോ? ബാബ് ദാദ ഈ വർഷത്തേക്ക് വിശേഷ സമ്മാനം നൽകിയിരുന്നു. ഈ വർഷം അഥവാ അല്പമെങ്കിലും ധൈര്യം വെച്ചുവെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ, സ്വപരിവർത്തനത്തിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ, വിശ്വസേവനത്തിലാകട്ടെ, അഥവാ ധൈര്യത്തോട് ചെയ്തു എങ്കിൽ എക്സ്ട്രാ സഹായം ലഭിക്കുന്നതിനുള്ള ഈ വർഷത്തെ വരദാനം ലഭിച്ചു. അപ്പോൾ ബാബ് ദാദ സന്തോഷ വാർത്ത അല്ലെങ്കിൽ സന്തോഷ ദൃശ്യം എന്താണ് കണ്ടത്? ഇത്തവണ ശിവജയന്തിയുടെ സേവനത്തിൽ നാനാഭാഗത്തും വളരെ 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 നല്ല ധൈര്യവും ഉണർവുത്സാഹത്തോടെയും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബ്രാക്കറ്റിൽ എല്ലാവരും കൈയടിച്ചു. ശരി, കൈയടിച്ചോളൂ. സദാ ഇങ്ങനെ കൈയടിക്കുമോ അതോ ശിവരാത്രിക്ക് മാത്രമാണോ? സദാ അടിച്ചുകൊണ്ടിരിക്കുക. ശരി. നാനാഭാഗത്തു നിന്നും ഉള്ള വാർത്ത മധുബനിൽ എഴുതുന്നു. ബാബ് ദാദ വതനത്തിൽ തന്നെ കാണുന്നു.
ഉത്സാഹം നല്ലതാണ്, പദ്ധതിയും നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ സേവനത്തിൽ ഉണർവും ഉത്സാഹവും വിശ്വത്തിലെ ആത്മാക്കളിൽ ഉണർവുത്സാഹം വർദ്ധിപ്പിക്കും. നോക്കൂ, നിമിത്ത ദാദിയുടെ പേന അത്ഭുതം ചെയ്തില്ലേ? നല്ല റിസൾട്ട് ഉണ്ട്. അതിനാൽ ബാബ് ദാദ ഇപ്പോൾ ഓരോ സെന്ററിന്റെയും പേരെടുത്ത് പറയുന്നില്ല, എന്നാൽ വിശേഷിച്ച് എല്ലാ വശത്തു നിന്നും ഉള്ള സേവനത്തിന്റെ റിസൾട്ട് എടുത്തു. ബാബ് ദാദ ഓരോ സേവാധാരി കുട്ടികളുടെയും വിശേഷതയും പേരെടുത്ത് കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അവരവരുടെ സ്ഥലത്ത് കണ്ട് സന്തോഷിക്കുകയാണ്. വിദേശത്തും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെന്നാൽ താങ്കൾ എല്ലാവരും അതേ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഇഷ്ടദേവിയും ദേവതകളുമല്ലേ. ബാബ് ദാദ കുട്ടികളുടെ സഭ കാണുമ്പോൾ 3 രൂപങ്ങളിൽ കാണുന്നു. ഒന്ന്, വർത്തമാന സ്വരാജ്യ അധികാരി. ഇപ്പോഴും രാജാക്കന്മാരാണ്. ലൗകികത്തിലും അച്ഛൻ മക്കളോട് പറയുന്നു, എന്റെ രാജാ കുട്ടികളെ, രാജാ കുട്ടി. ദരിദ്രനാണെങ്കിലും പറയുന്നു, രാജാ കുട്ടി. എന്നാൽ ബാബ വർത്തമാന സംഗമത്തിലും ഓരോ കുട്ടിയെയും സ്വരാജ്യ അധികാരി രാജാ കുട്ടിയായി കാണുന്നു. രാജാക്കന്മാരല്ലേ, സ്വരാജ്യ അധികാരി. അപ്പോൾ വർത്തമാനം സ്വരാജ്യ അധികാരി. 2, ഭാവിയിൽ വിശ്വരാജ്യ അധികാരി. 3, ദ്വാപരയുഗം മുതൽ കലിയുഗ അന്തിമം വരെ പൂജ്യർ, പൂജയ്ക്ക് അധികാരി. ഈ 3 രൂപങ്ങളിലും ഓരോ കുട്ടികളെയും ബാബ് ദാദ കാണുന്നു. സാധാരണമായി കാണുന്നില്ല. താങ്കൾ എങ്ങനെയും ആകട്ടെ, എന്നാൽ ബാബ് ദാദ ഓരോ കുട്ടികളെയും സ്വരാജ്യ അധികാരി രാജാ കുട്ടിയായി കാണുന്നു. രാജയോഗിയല്ലേ? എന്താ ആരെങ്കിലും ഇതിൽ പ്രജായോഗിയുണ്ടോ? പ്രജായോഗിയാണോ? അല്ല, എല്ലാവരും രാജയോഗിയാണ്. അപ്പോൾ രാജയോഗി അർത്ഥം രാജാവ്. ഇങ്ങനെ സ്വരാജ്യ അധികാരി കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ സ്വയം ബാബ വന്നിരിക്കുകയാണ്. നോക്കൂ, താങ്കൾ ഡബിൾ വിദേശികൾ വിദേശത്തു നിന്നാണ് വന്നിട്ടുള്ളത് ജന്മദിനം ആഘോഷിക്കുവാൻ. കൈ ഉയർത്തൂ, ഡബിൾ വിദേശികൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരദേശം ഏതാണ്? അമേരിക്കയോ അതോ അതിലും ദൂരെയുണ്ടോ? ബാബ് ദാദ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ബാബ് ദാദ പരംധാമത്ത് നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ കുട്ടികളോട് സ്നേഹമില്ലേ? ഭഗവാന് പോലും വരേണ്ടി വരുന്ന ഈ ജന്മദിനം എത്ര ശ്രേഷ്ഠമാണ്. അതെ, ഇത്, അതായത് ബ്രാക്കറ്റിൽ ജന്മദിനത്തിന്റെ ഒരു ബാനർ എല്ലാ ഭാഷകളിലും ഉണ്ടാക്കിയിട്ടുള്ളത് കാണിക്കുന്നു. നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഭാഷകളിലും എഴുതിയിരിക്കുന്നു. ബാബ് ദാദ എല്ലാ ദേശത്തെയും എല്ലാ ഭാഷകളിലുമുള്ള കുട്ടികൾക്ക് ജന്മദിനത്തിന്റെ ആശംസകൾ നൽകുകയാണ്. നോക്കൂ, ബാബയുടെ ശിവജയന്തി ആചരിക്കുന്നു. എന്നാൽ ബാബ എന്താണ്? ബിന്ദു. ബിന്ദുവിന്റെ ജയന്തി, അവതരണം ആഘോഷിക്കുകയാണ്. എല്ലാത്തിലും വജ്രതുല്യ ജയന്തി ആരുടെയാണ്? ബിന്ദുവിന്റെ. അപ്പോൾ ബിന്ദുവിന് എത്ര മഹിമ! അതിനാൽ ബാബ് ദാദ സദാ പറയുന്നു, 3 ബിന്ദു സദാ ഓർമ്മിക്കൂ. 8, 7 നമ്പർ എല്ലാം വിഷമിച്ച് എഴുതണം. എന്നാൽ ബിന്ദു എത്ര എളുപ്പമാണ്. 3 ബിന്ദു സദാ ഓർമ്മിച്ചു വെക്കൂ. 3നെയും നന്നായി അറിയുമല്ലോ. താങ്കളും ബിന്ദു, ബാബയും ബിന്ദു, ബിന്ദുവിന്റെ മക്കൾ ബിന്ദുവാണ്. കർമ്മത്തിൽ എപ്പോൾ വരുന്നുവോ അപ്പോൾ ഈ സൃഷ്ടി രംഗവേദിയിൽ കർമ്മം ചെയ്യുന്നതിനായി വന്നിരിക്കുകയാണ്. ഈ സൃഷ്ടി രംഗവേദി ഡ്രാമയാണ്. അപ്പോൾ ഡ്രാമയിൽ എന്തെല്ലാം കർമ്മം ചെയ്തുവോ കഴിഞ്ഞുപോയി. അതിന് ഫുൾ സ്റ്റോപ്പ് ഇടൂ. ഫുൾ സ്റ്റോപ്പും എന്താണ്? ബിന്ദു.
അതിനാൽ 3 ബിന്ദു സദാ ഓർമ്മിച്ചു വെക്കൂ. മുഴുവൻ അത്ഭുതവും കാണൂ. ഇന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും അധികം മഹത്വം എന്തിനാണ്? പണത്തിന്. പണത്തിന് മഹത്വമില്ലേ? അച്ഛനമ്മമാർ പോലും ഒന്നുമല്ല, പണമാണ് എല്ലാം. അതിലും നോക്കൂ. അഥവാ ഒന്നിനു മുന്നിൽ ഒരു ബിന്ദു ഇട്ടാൽ എന്താകും? 10 മാറില്ലേ? അടുത്ത ബിന്ദു ഇടൂ, 100 മാറും. മൂന്നാമതിടൂ, 1000 മാറും. അപ്പോൾ ബിന്ദുവിന്റെ അത്ഭുതമല്ലേ? പണത്തിലും ബിന്ദുവിന്റെ അത്ഭുതമാണ്. ശ്രേഷ്ഠ ആത്മാവാകുന്നതിലും ബിന്ദുവിന്റെ അത്ഭുതമാണ്. ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമായ ആളും ബിന്ദുവാണ്. അപ്പോൾ എല്ലാ വശത്തും എന്തിന് മഹത്വമായി? ബിന്ദുവിനല്ലേ? ബിന്ദു ഓർമ്മിക്കൂ, അത്രമാത്രം. വിസ്താരത്തിൽ പോകാതിരിക്കൂ. ബിന്ദു ഓർമ്മിക്കുവാൻ സാധിക്കും. ബിന്ദു ആകൂ, ബിന്ദുവിനെ ഓർമ്മിക്കൂ, ബിന്ദു ഇടൂ, അത്രമാത്രം. ഇതാണ് പുരുഷാർത്ഥം. പ്രയത്നമുണ്ടോ അതോ സഹജമാണോ? ആര് മനസ്സിലാക്കുന്നു സഹജമാണ്? അവർ കൈ ഉയർത്തൂ. സഹജമാണെങ്കിൽ ബിന്ദു വിടേണ്ടി വരും. എപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുന്നു അപ്പോൾ ബിന്ദു വിടുകയാണോ അതോ ചോദ്യചിഹ്നമാണോ? ചോദ്യചിഹ്നം ഇടേണ്ട, ബിന്ദു ഇടുക. ചോദ്യചിഹ്നം എത്ര പ്രയാസമാണ്? എഴുതൂ. ചോദ്യചിഹ്നം എത്ര പ്രയാസമാണ്, ബിന്ദു എത്ര എളുപ്പമാണ്. അപ്പോൾ ബിന്ദുവാകാൻ അറിയുമോ? എല്ലാവരും സമർത്ഥരാണ്. ബാബ്ദാദ വിശേഷിച്ച സേവനങ്ങളുടെ ഉണർവുത്സാഹത്തിന്റെ ആശംസകൾ നൽകി വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ മുന്നോട്ട് ഓരോ സമയവും ഓരോ ദിവസവും വിശ്വസേവകരാണ്. ഇത് ഓർമ്മ വയ്ക്കുക. താങ്കൾക്ക് ഓർമ്മയുണ്ടോ ബ്രഹ്മബാബ എങ്ങനെയാണ് ഒപ്പിട്ടിരുന്നത്? വിശ്വസേവകൻ. അപ്പോൾ ലോകസേവകനാണ് എങ്കിൽ കേവലം ശിവരാത്രിയുടെ സേവനത്തിലൂടെ ലോകസേവനം അവസാനിക്കുകയില്ല. ലക്ഷ്യം വെക്കൂ, ഞാൻ ലോകസേവകനാണ് എങ്കിൽ ലോകത്തിന്റെ സേവനം ഓരോ ശ്വാസത്തിൽ ഓരോ സെക്കൻഡിൽ ചെയ്യണം. ആര് വന്നാലും ആരോട് സമ്പർക്കമുണ്ടായാലും അവർക്ക് ദാതാവായി എന്തെങ്കിലുമൊക്കെ നൽകുക തന്നെ വേണം. കാലി കൈയോടെ ആരും പോകരുത്. അഖണ്ഡ ഭണ്ഡാരം ഓരോ സമയവും തുറന്നിരിക്കട്ടെ. ഏറ്റവും ചുരുങ്ങിയത് ഓരോരുത്തരെയും പ്രതി ശുഭഭാവവും ശുഭഭാവനയും ഇത് തീർച്ചയായും നൽകൂ. ശുഭഭാവത്തോടെ കാണൂ, കേൾക്കൂ, സംബന്ധത്തിൽ വരൂ. ശുഭഭാവനയോടെ ആത്മാവിന് സഹയോഗം നൽകൂ. ഇപ്പോൾ സർവാത്മാക്കൾക്കും താങ്കളുടെ സഹയോഗത്തിന്റെ വളരെ വളരെ ആവശ്യമുണ്ട്. അപ്പോൾ സഹയോഗം നൽകൂ, സഹയോഗിയാക്കൂ. എന്തെങ്കിലും സഹയോഗം മനസ്സാ ആകട്ടെ, എന്തെങ്കിലും സഹയോഗം നൽകൂ. സംബന്ധ സമ്പർക്കത്തിലാകട്ടെ, സഹയോഗം നൽകൂ. എങ്കിൽ ഈ ശിവരാത്രി ജന്മോത്സവത്തിന്റെ വിശേഷ സ്ലോഗൻ ഓർമ്മ വയ്ക്കൂ. സഹയോഗം നൽകൂ, സഹയോഗി ആക്കൂ. ഏറ്റവും ചുരുങ്ങിയത് ആര് തന്നെ സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് സഹയോഗം നൽകൂ. അപ്പോൾ ഈ ശിവരാത്രി ജന്മോത്സവത്തിന്റെ വിശേഷ സ്ലോഗൻ ഓർമ്മിക്കൂ. സഹയോഗം നൽകൂ, സഹയോഗിയാക്കൂ. ആര് തന്നെ സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് സഹയോഗം നൽകൂ, സഹയോഗിയാക്കൂ. ആര് സംബന്ധത്തിൽ വന്നാലും അവർക്ക് മറ്റൊരു സൽക്കാരവും ചെയ്തില്ലെങ്കിലും ഓരോരുത്തർക്കും ദിൽഖുഷ് മിഠായി തീർച്ചയായും കഴിപ്പിക്കൂ. ഇവിടെ ഭണ്ഡാരി, അതായത് അടുക്കളയിൽ ഉണ്ടാക്കുന്ന മിഠായി അല്ല, ദിൽഖുഷ് മിഠായി എന്നാൽ മനസ്സിന് സന്തോഷം നൽകുന്ന മിഠായി കൊടുക്കൂ. അപ്പോൾ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക അർത്ഥം ദിൽഖുഷ് മിഠായി കഴിപ്പിക്കുമോ? അതിലൊരു പ്രയത്നവും ഇല്ല. സമയവും എക്സ്ട്രാ നൽകേണ്ട, പരിശ്രമവും വേണ്ട.
ശുഭഭാവനയുടെ ദിൽഖുഷ് മിഠായി കഴിപ്പിക്കൂ. താങ്കളും സന്തുഷ്ടം, അവരും സന്തുഷ്ടം. ഇനി വേറെന്ത് വേണം? അപ്പോൾ സന്തോഷമായിരിക്കും, സന്തോഷം നൽകും. ഒരിക്കലും താങ്കൾ എല്ലാവരുടെയും മുഖം കൂടുതൽ ഗൗരവമാകാൻ പാടില്ല. കൂടുതൽ ഗൗരവവും നല്ലതായി തോന്നുകയില്ല. പുഞ്ചിരി ഉണ്ടാകണമല്ലോ. ഗൗരവമാകുന്നത് നല്ലതാണ്. എന്നാൽ കൂടുതൽ ഗൗരവമായി എങ്കിൽ എവിടെയോ മുഴുകിയിരിക്കുന്നത് പോലെ തോന്നും. കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ ഇവിടെ ഇല്ലാത്ത പോലെ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ അവ്യക്ത രൂപത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ആ മുഖം നല്ലതല്ല. മുഖം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കട്ടെ. മുഖം ഗൗരവമാക്കരുത്. എന്ത് ചെയ്യാൻ, എങ്ങനെ ചെയ്യാൻ? അപ്പോൾ ഗൗരവമായി പോകുന്നു. വളരെ പരിശ്രമമുണ്ട്, വളരെ ജോലിയുണ്ട്, ഗൗരവമാകുന്നു. പക്ഷെ എത്രത്തോളം ജോലിയുണ്ടോ അത്രത്തോളം അധികം പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കാൻ അറിയുകയില്ലേ? അറിയാമോ? താങ്കളുടെ ജഡചിത്രം നോക്കൂ. എന്താ എപ്പോഴെങ്കിലും ഇങ്ങനെ ഗൗരവമായി കാണുന്നുണ്ടോ? അഥവാ ഗൗരവമായി കാണുന്നുവെങ്കിൽ പറയുന്നു, ചിത്രകാരൻ ശരിയല്ല. അപ്പോൾ അഥവാ താങ്കളും ഗൗരവമായി ഇരിക്കുന്നുവെങ്കിൽ പറയും, ഇവർക്ക് ജീവിക്കാനുള്ള കല അറിയുകയില്ല എന്ന്. അതിനാൽ എന്ത് ചെയ്യും? ടീച്ചേഴ്സ് എന്ത് ചെയ്യും? നല്ലത്, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിന് ആശംസകൾ, സേവനത്തിനുള്ള ആശംസകൾ. ശരി, ഒരു സെക്കൻഡിൽ തന്റെ പൂർവജ പൂജ്യ സ്വരൂപം പ്രത്യക്ഷമാക്കാൻ സാധിക്കുമോ? അതേ ദേവീ ദേവതമാരുടെ സ്വരൂപത്തിന്റെ സ്മൃതിയിൽ അവനവനെ കാണാൻ കഴിയുമോ? ദേവി അല്ലെങ്കിൽ ദേവത. ഞാൻ പൂർവജനാണ്, സംഗമയുഗത്തിൽ പൂർവജനാണ്. ദ്വാപരം മുതൽ പൂജ്യനാണ്. സത്യത്രേതായുഗങ്ങളിൽ രാജ്യ അധികാരിയാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എല്ലാവരും മറ്റ് സങ്കല്പങ്ങൾ സമാപ്തമാക്കി തന്റെ പൂർവജ പൂജ്യ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ. ശരി, നാനാഭാഗത്തെയും അലൗകിക ദിവ്യ അവതരണമുള്ളവരായ കുട്ടികൾക്ക് ബാബയുടെ ജന്മദിനത്തിന്റെയും കുട്ടികളുടെ ജന്മദിനത്തിന്റെയും ആശീർവാദങ്ങളും സ്നേഹസ്മരണയും അച്ഛന്റെ ഹൃദയത്തിൽ വലങ്കൈ സേവാധാരി കുട്ടികൾ സദാ മുഴുകിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഹൃദയ സിംഹാസനധാരി ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ ബിന്ദുവിന്റെ മഹത്വം അറിയുന്ന ശ്രേഷ്ഠ ബിന്ദു സ്വരൂപ കുട്ടികൾക്ക്, സദാ തന്റെ സ്വമാനത്തിൽ സ്ഥിതി ചെയ്ത് സർവർക്കും ആത്മീയ ബഹുമാനം നൽകുന്നവരായ സ്വമാനധാരി ആത്മാക്കൾക്ക്, സദാ ദാതാവിന്റെ കുട്ടികൾ മാസ്റ്റർ ദാതാവായി ഓരോരുത്തർക്കും തന്റെ അഖണ്ഡ ഭണ്ഡാരത്തിൽ നിന്ന് എന്തെങ്കിലും നൽകുന്നവരായ മാസ്റ്റർ ദാതാവായ കുട്ടികൾക്ക്, വളരെ വളരെ കോടി മടങ്ങ് കൊഹിനൂർ രത്നത്തിലും കൂടുതൽ പ്രഭു പ്രകാശമായ കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: ഓരോ ശക്തിയെയും ആജ്ഞ അനുസരിച്ച് നടത്തിക്കുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ. കർമ്മം ആരംഭിക്കുന്നതിനു മുൻപ് എങ്ങനെയുള്ള കർമ്മമാണോ അങ്ങനെയുള്ള ശക്തിയുടെ ആഹ്വാനം ചെയ്യൂ. യജമാനനായി ആജ്ഞാപിക്കൂ. എന്തെന്നാൽ ഈ സർവശക്തികൾ താങ്കളുടെ കരങ്ങൾ പോലെയാണ്. താങ്കളുടെ കരങ്ങൾക്ക് താങ്കളുടെ ആജ്ഞ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സൈന്യശക്തിയോട് കാര്യത്തെ സഫലമാക്കുവാൻ ആജ്ഞാപിക്കൂ. എങ്കിൽ നോക്കൂ, സഫലത ഉണ്ടായത് തന്നെയാണ്. എന്നാൽ ആജ്ഞാപിക്കുന്നതിനു പകരം ഭയക്കുന്നു. ചെയ്യാൻ സാധിക്കുമോ അതോ സാധിക്കില്ലേ? ഇത്തരത്തിലുള്ള ഭയമാണെങ്കിൽ ആജ്ഞാപിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ മാസ്റ്റർ രചയിതാവായി ഓരോ ശക്തിയെയും ആജ്ഞ അനുസരിച്ച് നടത്തിക്കുന്നതിനായി നിർഭയരാകൂ. സ്ലോഗൻ: ആശ്രയദാതാവായ അച്ഛനെ പ്രത്യക്ഷമാക്കി
സർവ്വതിനെയും അകറ്റി നിർത്തൂ. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വന്തമാക്കൂ. ഗവേഷകർ തന്റെ ഗവേഷണം നടത്തുവാൻ ഏകാന്തതയിൽ കഴിയുന്നു. അപ്പോൾ ഇവിടത്തെ ഏകാന്തത അർത്ഥം ഒന്നിന്റെ മാത്രം ആഴത്തിൽ മുഴുകുക. അപ്പോൾ പുറമേയുള്ള ആകർഷണത്തിൽ നിന്നും ഏകാന്തമാകണം. മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നതിന്റെ ഏകാന്തതയല്ല, എന്നാൽ മനസ്സ് ഏകാന്തതയിൽ ആകണം. മനസ്സിന്റെ ഏകാഗ്രത അർത്ഥം ഒന്നിന്റെ ഓർമ്മയിൽ കഴിയുക, ഏകാഗ്രമാകുക. ഇതാണ് ഏകാന്തത. ഓം ശാന്തി.